ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളൊരു പുതിയ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോണിൻ്റെ എന്താ പറയുക, ഇന്നലെയാണ് ഞാൻ ഫോൺ വാങ്ങിച്ചത്. പക്ഷേ ഇതുവരെ ഞാൻ ഓപ്പൺ ചെയ്തില്ല. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതെന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാര്യമൊന്നും നോക്കാം. അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫോൺ വേറൊന്നുമല്ല, നമുക്കറിയാം ഒരു ആപ്പിൾ നമ്മളൊരു iPhone 13 Pro Max വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുന്നേ ഉപയോഗിച്ചിരുന്നൊരു iPhone തന്നെയാണ്. അത് ശരിക്കും iPhone 6 Plus ആണ്. ഇത് ശരിക്കും ഇപ്പോൾ 6 വർഷം, ഏകദേശം 6 വർഷം ആകുന്നു. അടുത്ത മാസം ആകുമ്പോഴേക്കും 6 വർഷമാണ് ഞാനിത് വാങ്ങിച്ചിട്ട്. അപ്പോൾ ആ ഫോണ് തുടരെ എന്നെ ഒന്ന് ഫ്രീ ആക്കുമെന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് പുതിയൊരു ഫോൺ വാങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏതായാലും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മാസം റിലീസായതാണല്ലോ. അപ്പോൾ അത് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇത് എന്താ പറയുക, ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ്. iPhone 13 Pro Max ആണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആദ്യം. പിന്നെ എന്താ ഇതിൻ്റെ കവർ നോക്കിയാൽ നല്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഐഫോണിൻ്റെ കവറുകൾ മറ്റുള്ള ഫോണുകളുടെ കവറുകളെ അപേക്ഷിച്ച് കുറച്ച് ക്വാളിറ്റി നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഈ ഫോൺ ഉപയോഗിച്ചാലും ഈ കവർ നമുക്ക് കളയാൻ തോന്നുന്നില്ല. കാരണം ഞാൻ ഈ ഫോൺ വാങ്ങിച്ച സമയത്തുള്ള കവർ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നു. നല്ല ഭംഗിയുള്ള ക്വാളിറ്റിയുള്ള, അറിയാം, ആ ഒരു ബ്രാൻഡിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഒരു പാക്കിങ്ങിലും കൃത്യമായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട്. നേരത്തെ പഴയ ഐഫോൺസിലൊക്കെ ആണെങ്കിൽ ഇതിലൊരു പ്ലാസ്റ്റിക് ഒരു സീലിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലങ്ങനെ ഒരു പ്ലാസ്റ്റിക് സീലിംഗ് ഇല്ല. ഒരു പക്ഷേ കുറച്ചുകൂടി എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെയാണ് അവരുടെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കണ്ടത്. ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ്ങിൻ്റെ കൊടുത്തില്ല. പിന്നെ ഇതിൻ്റെ കളറിനെ കുറിച്ച് പറഞ്ഞാൽ സെറ ബ്ലൂ എന്ന് പറയുന്ന ഒരു പുതിയ കളറാണ്. iPhone 12 Proയിൽ 12 ഒരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. കുറച്ചുകൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്ലൂ ആയിരുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്. സെറ ബ്ലൂ എന്നാണ് ഇതിനവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുറത്തെന്താ ഈ ഒരു ഐഫോണിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഈ കവറിൽ നിന്ന് കുറച്ചുകൂടി പ്രൊജക്റ്റഡ് ആയിട്ട് ഇങ്ങനെ അത് നോക്കിയാണ്. ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ഒരു പ്രൊജക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. കൊടുത്തിട്ടുണ്ട്. പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഒരു സൈഡിൽ ഐഫോൺ എഴുതിയിട്ടുണ്ട്. പിന്നീട് രണ്ട് സൈഡിൽ ആപ്പിളിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ ഐഫോൺ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ ഇതിന് പുറത്ത് കുറച്ച് അവരുടെ എന്താ പറയുക ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ, മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ്, അതുപോലെ ഡിസൈൻഡ് ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. iPhone 13 Pro Max ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ, അസംബിൾ ഇൻ ചൈന എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തു. ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് iPhone 13 Pro Max. സ്ക്രീനിൻ്റെ സൈസ് 6.7 ഇഞ്ചാണ് സ്ക്രീന്. ഇതിൻ്റെ വെയിറ്റ് 238 grams. iPhone 12 Pro Maxനെ കാട്ടി കുറച്ച് ഗ്രാംസ് വെയിറ്റ് ഉള്ളത് കൂടിയിട്ടുണ്ട്. പിന്നെ നോർമൽ USB-C പോർട്ടാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. കുറച്ച് ജനറലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇതെല്ലാം ആ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ മുകളിലും താഴെയും ഒരു പോർഷനുണ്ട്. ആ പോർഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ടോപ്പ് സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴത്തെ വശം കൂടെ കവറിൻ്റെ ഉള്ളിൽ ആ ക്യാമറ കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തുള്ളൊരു സ്ലോട്ടാണ് ഇവിടെ കാണുന്നത്. അവിടെ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ സാധനം, iPhone 13 Pro Max. ഇതിനൊരു പ്രത്യേകത ശ്രദ്ധിച്ചത് ഈ കവറിൻ്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന ഈ ഫോണിൻ്റെ ഒരു പടം കണ്ടോ, അതിൻ്റെ സെയിം സൈസിൽ തന്നെയാണ് ഏകദേശം ഇത് വന്നിരിക്കുന്നത്. ഏകദേശം അവരൊരു സെയിം സൈസിൽ തന്നെയാണെന്ന് തോന്നുന്നു ഈ ഫോണിൻ്റെ ഇത് വന്നിട്ടുള്ളത്. അവിടെ നോക്കെടുക്കാം. ആദ്യം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കാം.
നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ പൗച്ചുണ്ട്. ഇതിനുള്ളിൽ ആപ്പിളിൻ്റെ ഒരു ലോഗോ ഉണ്ട്. നേരത്തെ ഫോണിൽ നമുക്ക് 2 ലോഗോ ഉണ്ടായിരുന്നു, 2 സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരെണ്ണം പോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസും അതുപോലെ കുറച്ച് നോട്ട്സ് എഴുതിയിട്ടുള്ള 3, 1, 2, 3 ഇതും കൂടി ഒഴിവാക്കാമായിരുന്നു. കാരണം അത്രയും കൂടി നമുക്ക് കോസ്റ്റ് അല്ലേ. ഈ പേപ്പർ ഇപ്പോൾ നോർമലി ഇത് ആരും വായിച്ച് നോക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം വെബ്സൈറ്റിലും കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടി ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ പൈസ കുറയ്ക്കാൻ പറ്റിയാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് ഒരു പിന്ന് വന്നിട്ടുണ്ട്. സ്പെഷ്യൽ പിന്നാണ്, ആപ്പിളിൻ്റെ പിന്നാണ്. മിക്കവാറും നെക്സ്റ്റ് ടൈമിൽ ഇതിനെ ബ്രാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആപ്പിൾ പിൻ എന്ന് പറഞ്ഞിട്ട് നോക്കാം, വെയിറ്റ് ചെയ്യാം. അടുത്ത 14 or 15 വരുമ്പോൾ മിക്കവാറും ഇതിൻ്റെ അകത്തുകൂടി ഒരു ലോഗോ, ആപ്പിളിൻ്റെ ലോഗോ പ്രിൻ്റ് ചെയ്തിട്ട് ആപ്പിൾ പിൻ എന്നൊന്ന് പറയാൻ സാധ്യത. വെയിറ്റൻസ്. പിന്നെന്താ ഇതിനകത്തുള്ളത്, നമ്മളുടെ ചാർജർ ഉണ്ട്. ആ ചാർജർ ഭംഗിയായിട്ട് മടക്കി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ C ടൈപ്പ് ആയിട്ടുള്ള ഒരു ചാർജിങ് കേബിളാണുള്ളത്. ഇതൊന്ന് പിന്നെ എനിക്ക് ഈ ആപ്പിളിൻ്റെ ഈ ചാർജറിൻ്റെ ഒരു കാര്യത്തിൽ, കേബിളിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്, ഒരുപക്ഷെ ആപ്പിൾ ഉപയോഗിക്കുന്നവർക്ക് അറിയാമായിരിക്കും, ഈ കേബിളുണ്ട്, ഇത് പെട്ടെന്ന് ഇങ്ങനെ ഡാമേജ് ആയി പോകുന്ന ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും എക്സ്പീരിയൻസ്ഡ് ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയണം, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ആ ചാർജർ മടക്കി വെക്കാനായിട്ടൊരു പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതും ആപ്പിളിൻ്റെ സ്പെഷ്യൽ ഡിസൈനിങ്ങിലുള്ള ഒരു സാധനമാണ്. സ്പെഷ്യൽ ഇതാണ് നമ്മളുടെ കേബിൾ ഇട്ടിരിക്കട്ടെ. ഇതൊന്നും ഞാൻ കളയത്തില്ല, സൂക്ഷിച്ചു ഇട്ടിരിക്കട്ടെ. അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മുടെ ഫോണിനകത്തുള്ളത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ക്വാളിറ്റിയുടെ കാര്യത്തിൽ എന്താ പറയുക, നമ്മൾ പറയല്ല, പല സാധനങ്ങളും നമ്മുടെ മാർക്കറ്റിലുണ്ടെങ്കിലും പലതരം ഫോണുകളുണ്ട്, പലതരം പേനകളുണ്ട്, പലതരം പെൻസിലുണ്ട്, വാട്ടർ ഒരുപാട് സാധനങ്ങൾ, ഈ ഇരിക്കുന്ന ഫ്ലോർ വേസുകളാണെങ്കിൽ എല്ലാം ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ അതിനെ ഒരു ബ്രാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മളേക്ക് ഇത് വാങ്ങാൻ വേണ്ടി നമ്മൾ ആകർഷിക്കുന്നത്. പിന്നെ ഇത് റീസൈക്കിളാണ്. അതോട്ടെ. അപ്പം അങ്ങനെയാണ് കാര്യം. ഇതിൻ്റെ അകത്ത് പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്ക് ഈ ഫോണൊന്ന് എടുത്തിട്ട് നോക്കാം. ഇതിൻ്റെ കുറച്ചടുത്തേക്ക് നമ്മുടെ ഫ്രണ്ടിൽ നോക്കിയാൽ നേരത്തെ ആണെങ്കിൽ കുറച്ചൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡായിരുന്നു, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഗാർഡായിരുന്നു ഇതിൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു പേപ്പറാണ്. കുറച്ചുകൂടി എക്കോ ഫ്രണ്ട്ലി ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പുറത്ത് തന്നെ കുറച്ച് അതിൻ്റെ ഐക്കൻസ് കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. പവർ ബട്ടൻ്റെ, അതുപോലെ തന്നെ വോളിയം ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്, അതിൻ്റെയൊക്കെ ഒരു മ്യൂട്ട് ബട്ടൻ്റെയൊക്കെ ഒരു ഈ സൈഡിലെ ഈ ബട്ടൺസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലോഗോ അല്ല, എന്താണ് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഇതിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഫിനിഷിംഗ് ആണ്, നല്ല രസമുണ്ട്. നേരത്തെ ഞാൻ ഉപയോഗിച്ചിരുന്ന കേട്ടോ. ഇപ്പോൾ 6+ കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ പറയുക 13 വരെയായി. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോഴും 6+ ആയതുകൊണ്ട് തന്നെ ഈ 6+ഉമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഡിസൈൻ മാറിയിട്ട് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ച് മറ്റൊരു സ്റ്റൈലിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് മോഡൽ ഇതുപോലത്തെ എൻ്റെ ഫസ്റ്റ് മോഡൽ അല്ലേ? iPhone 4. അനു ആദ്യമായിട്ട് ഐഫോൺ മേടിച്ച സമയത്ത് ഇതിൻ്റെ ഫസ്റ്റ് മോഡൽ iPhone 4 ഈ ഒരു ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ സൈലൻറ്റ് ബട്ടൺ ഉണ്ട്, നമ്മുടെ എല്ലാ ഐഫോൺസിലുള്ള പോലെ സൈലൻറ്റ് സൈലൻറ്റ് ആക്കാനുള്ള നമ്മളൊരു ബട്ടൺ ഇവിടെ ഉണ്ട്. പിന്നെ വോളിയം കൂട്ടാൻ കുറയ്ക്കാനുള്ള ബട്ടൺ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ സിം ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ പവർ ഓൺ ഓഫ് അതിനുള്ളൊരു ബട്ടൺ കൂടെ, ഒരു കൺട്രോളും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ് വളരെ പെർഫെക്റ്റായിട്ട്
വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഇതിനുള്ളത്. പിന്നെ എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാർജിങ്ങിൻ്റെ അഡാപ്റ്റർ ഇതിൽ 6 നമ്മുടെ ഹെഡ്സെറ്റ് കണക്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഒരു സ്ലോട്ട് ഉണ്ടായിരുന്നു, ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്നത്. ഇതിലതില്ല, ഇത് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ, ഇതിൽ തന്നെയാണെന്ന് തോന്നുന്നു ഹെഡ്സെറ്റും സെയിം ഈ സി ടൈപ്പ് അഡാപ്റ്ററിലുള്ള ഹെഡ്സെറ്റും കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വന്നാൽ ഈ പ്രാവശ്യത്തെ ഐഫോണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ക്യാമറയും അതുപോലെ തന്നെ ഇതിൻ്റെ മാക്രോ ക്യാമറയും ഒക്കെയാണ്. കുറേ കൂടിയൊക്കെ ഈ വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ അവരെ കുറച്ചുകൂടി ഇമ്പ്രസ് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഐഫോൺ 13 അവതരിപ്പിച്ചിട്ടുള്ളത്, പ്രോ മാക്സിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലോഗേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അത്തരത്തിലുള്ളതാണ്. പിന്നെ നോർമൽ യൂസ് ചെയ്യുന്നവർക്ക് ആ ഒരു ബ്രാൻഡിൻ്റെ പേരിൽ വാങ്ങുന്നതുണ്ടാവും. നോർമൽ ഐഫോൺ യൂസ് ചെയ്തുകൊണ്ട് വീണ്ടും ആൻഡ്രോയിഡിലേക്ക് പോകാനുള്ള താല്പര്യക്കുറവുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ഐഫോൺ തന്നെ യൂസ് ചെയ്യാറുണ്ട്. നമ്മളങ്ങനെ ഒരുപാട് പാഷനേറ്റായിട്ട് ഐഫോൺ തന്നെ യൂസ് ചെയ്തുള്ളൂ അങ്ങനെയൊന്നുമല്ല. ഐഫോൺ ഒരു 6 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും എനിക്ക് അതിന് മുന്നേ ഞാൻ ആൻഡ്രോയിഡ് ഫോൺസ് ഉപയോഗിച്ചിരുന്നു. പിന്നീട് തിരിച്ചാണ് ആൻഡ്രോയിഡിലേക്ക് പോകാനൊരു മടി എന്തോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തന്നെ വാങ്ങിയത്. ഏതായാലും വാങ്ങുമ്പോൾ നിലവിൽ മാർക്കറ്റിലുള്ള ടോപ്പ് എൻഡ് തന്നെ വാങ്ങാമെന്ന് കഴിഞ്ഞിട്ടാണ് ഇത് വാങ്ങിയത്. ഞാനെൻ്റെ ഐഫോൺ 12 യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ക്യാമറയിലൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്, കുറച്ചുകൂടി വലിപ്പം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറയുടെ ഇങ്ങനെ സൈഡ് വ്യൂവിൽ നോക്കിയാൽ നമുക്ക് കാണാം കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്, ബോഡിയിൽ നിന്ന് കുറച്ച് പ്രൊജക്റ്റഡ് അപ്പുറത്തേക്ക്. അപ്പോൾ ഇത് എന്താ പറയുക, കുറച്ച് ശ്രദ്ധിക്കണം നമ്മൾ. കാരണം നമ്മളിപ്പോൾ ഒരു ഫോണൊരു നിലത്തിങ്ങനെ വെച്ചാൽ തന്നെ ഈ ക്യാമറയുടെ വശം നിലത്തിങ്ങനെ നോക്കും. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമറയുടെ വശം ടച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആവാൻ അല്ലെങ്കിൽ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രൊട്ടക്റ്റിംഗ് ഗാർഡ്, ഒരു കവർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് ഉപയോഗിക്കുന്ന നേരത്ത് നമുക്ക് ഈ സൈഡ് കുറച്ചുകൂടി അതിൻ്റെ ഒരു സെയിം ലെവലിലേക്ക് ഒരു പ്രത്യേക ക്യാമറയുടെ ഔട്ടർ ഫേസിന് പാരലായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കവർ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ എപ്പോഴത്തെ പോലെ ആപ്പിളിൻ്റെ ഒരു സൈക്കിളുണ്ട്. കളർ കൊള്ളാം. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിയ ഐഫോൺ 12 Pro ഉണ്ടായിരുന്നു. അതിൻ്റെ കളർ കുറച്ചുകൂടി ബ്ലൂ ഷെയ്ഡ് നല്ലതായിരുന്നു. അതിന് നല്ലതാണ്, പക്ഷേ ഇത് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലേക്ക് ഗോറില്ല ഗ്ലാസ്സൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പൊക്കത്തില്ലാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും ഇത് പൊട്ടുവയ്ക്കുന്നുള്ള കാര്യങ്ങൾ. ഞാനിത് ഇവിടെ ജെറീർ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് വാങ്ങിയത് സൗദിയിൽ. അപ്പോൾ ഇതിനൊരു ഇൻഷുറൻസ് അവർ പറഞ്ഞായിരുന്നു. 600 റിയാൽ കൊടുക്കുന്നതിന് ഏകദേശം 12,000 അല്ലേ? 600 റിയാലായിട്ട് ഒരു 10,000 കൊടുത്താൽ നമുക്കൊരു ഇൻഷുറൻസ് എടുക്കാം. 2 വർഷത്തെ ഇൻഷുറൻസ് ആണ്. അപ്പോൾ നിലത്ത് വീട് പൊട്ടിയാലോ ഒക്കെ ആണെങ്കിലും അത് റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ പൊട്ടിയാൽ ചിലപ്പോൾ പുതിയത് തരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഇൻഷുറൻസ് എടുത്തില്ല, അതിനുവേണ്ടി വെറുതെ പൈസ കളയണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഒരു ഹാർഡ്വെയർ സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് അവിടെ ഒന്ന് പൊളിച്ച് നോക്കാം. ഞാനും അടുത്തോട്ട് വരുന്നത് ക്യാമറ ആയിട്ട് പൊളിച്ചു. ഇത് നമ്മളൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. നമ്മുടെ പുതിയ 13 Pro Maxൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഞാനപ്പോൾ ഇതിപ്പോൾ ഫുള്ളായിട്ട് ഉപയോഗിച്ച് കാണിക്കുന്നില്ല. എനിക്കും ഇതിൻ്റെ കുറേ പുതിയ ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് നെറ്റിൽ നോക്കി മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇതിനി ഒന്ന് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കണം. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നത്, നമ്മളെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഫോൺ എന്ന് പറയുന്ന സാധനം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാകുന്ന സാധനമാണ് അല്ലേ? നമ്മളുടെ കൂടെ എന്തില്ലെങ്കിലും ഈ ഫോൺ, നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ ഒരു ചെരുപ്പിൻ്റെ പരസ്യമുണ്ടല്ലോ, ഗാഥ, എന്താ വേറെ പറയുള്ളൂ, ഓക്കെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എവിടെ പോയാലും നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് കുറച്ച് ക്വാളിറ്റിയുള്ളതായിക്കോട്ടെ, നമ്മൾ എന്തായാലും നമ്മൾ പെട്ടെന്നൊന്നും, എന്നെ സംബന്ധിച്ച്
എനിക്കറിയാം എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാ വർഷവും ഓരോ അപ്ഡേഷൻ വരുമ്പോൾ അവർ പുതിയ പുതിയ ഫോൺ മാറ്റിയെടുക്കാറുണ്ട്. പക്ഷേ ഞാനങ്ങനെ എല്ലാ വർഷവും അങ്ങനെ മാറ്റുന്ന ഒരാളല്ല. ഇത് കുറച്ച് കാലം ഞാൻ ഉപയോഗിക്കും, എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ മാറ്റണമെന്ന് തോന്നിയാൽ മാത്രമേ ഇത് മാറ്റത്തുള്ളൂ. നമ്മൾ ഈ ഇപ്പോൾ ഇടയ്ക്ക് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചില വീഡിയോകളൊക്കെ നമ്മുടെ ഒരു ഓർമ്മയാണല്ലോ, ഈ മക്കളുടെ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ആണെങ്കിലും. അപ്പോൾ അതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കാനായിട്ട് നമ്മളൊരു DSLR ക്യാമറ വാങ്ങിച്ചാൽ അതും കൊണ്ട് നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷെ അതേ സമയത്ത് ഇതിലൊരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റി സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അതൊക്കെ ഓർമ്മകളാണല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. എന്തായാലും ഇത് ബാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ വില ഏകദേശം ഇത് 256 GB ആണ്. 256 GB. ഇതിൻ്റെ വില ഏകദേശം ഒരു 1,20,000 1,20,000. പിന്നെ ഞാൻ പറഞ്ഞ പിന്നെ ഉറപ്പായിട്ടും അടുത്തമായിട്ട് ബ്രാൻഡ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറയാൻ കാര്യം ഇതിൻ്റെ കൂടെ എന്തായാലും അഡാപ്റ്റർ ഇട്ടിട്ടില്ല. അപ്പോൾ അഡീഷണൽ ആയിട്ടൊരു അഡാപ്റ്റർ ഇതിങ്ങനെ ലൈറ്റിങ് നന്നായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു അഡാപ്റ്റർ വാങ്ങിച്ചു. ഇതും ആപ്പിളിൻ്റെ തന്നെ അഡാപ്റ്ററാണ്. USB-C പോർട്ടാണ്. ഒരു 20 volt പവർ അഡാപ്റ്ററാണ്. ഞാൻ ഇതിന് നോക്കിയായിരുന്നു. ഇത് കുറച്ച് ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള അഡാപ്റ്ററാണ്. ഇത് 20 watts ആയതുകൊണ്ടല്ലേ കുറച്ച് ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇത് എന്താ പറയുക, ഒരു 25 minutes ഇതിൻ്റെ 50% ചാർജ് ആകുമെന്ന് ഞാൻ കണ്ടത്. ഇത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യം പറയാം. ഒന്നുമില്ല, ഇതുണ്ട്. ഇത് എനിക്ക് ഓഫീസിൽ നിന്ന് ഇവിടെ നാഷണൽ ഡേയുടെ ദിവസത്തിൽ ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് വയർലെസ് ചാർജറാണിത്. ഇതിൻ്റെ ബ്രാൻഡ് ഇതിൽ എഴുതിയിട്ടില്ല, പക്ഷെ ആ കവറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എഴുതിയിട്ടുണ്ട് മെമ്മറി അറിയില്ല, ബ്രാൻഡിൻ്റെ നെയിമിലെത്തില്ല. ഓക്കെ, എനിവേ അപ്പോൾ ഈ ഒരു ചാർജർ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് ആപ്പിളിൻ്റെ തന്നെ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്തിരിക്കുന്നതിൻ്റെ ബാറ്ററിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് ഒരു ഫ്രണ്ടിന് പറയുമ്പോൾ എഴുതും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ വയർലെസ് ചാർജറിൽ വെച്ചിട്ട് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ ചാർജർ ആപ്പിളിൻ്റെതല്ലാത്ത ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എന്താ പറയുക, അത്രേ ഉള്ളൂ. നമ്മൾ 6+ നിന്ന് 6 വർഷത്തിന് ശേഷം 13 Pro Maxിലേക്ക് നമ്മൾ ഒരു യാത്ര നടത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത എപ്പോഴാണ് വാങ്ങുന്നതെന്ന് പറയാനായിട്ടില്ല. ഇത് എന്നെ ഉപയോഗിച്ച് നിർത്തിക്കൂടെയാണെന്ന് പറയുന്ന കാര്യം ചിലപ്പോൾ ഇനി അടുത്ത് വാങ്ങാൻ വേണ്ടി തോന്നുന്നു. എനിക്ക് ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇതിന് മുന്നേ ആൻഡ്രോയിഡ് ഫോൺസ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഇപ്പോൾ 6 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കിൽ നിലത്ത് വീണ സ്ക്രീൻ പൊട്ടി ഞാൻ മാറി എന്നല്ലാതെ ഇതിൻ്റെ എന്താ പറയുക ഒരു ഹാങ് ആവുകയോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഐഫോണിന് നെഗറ്റീവ്സ് ഇല്ലെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഐഫോണിന് നെഗറ്റീവ്സ് ഉണ്ട്. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അത്ര എന്താ പറയുക യൂസർ ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ എല്ലാം നടക്കും, പക്ഷേ അത് കുറച്ച് എന്താ പറയുക അത്ര എളുപ്പ വഴിയിൽ നടക്കുന്നില്ല ആൻഡ്രോയിഡ് ഫോണിനെ അപേക്ഷിച്ചിട്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ഏതായാലും ഇതിനൊരു കവർ ഇടണം, അതുപോലെ ഒരു സ്ക്രീൻ ഗാർഡ് കൂടി പൊട്ടിക്കണം ഒരു വർഷത്തേക്ക്, പിന്നെ നമ്മളത് ഒഴിവാക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വീഡിയോ ഈ ഫോൺ ഉപയോഗിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ iPhone 13 Pro Max. ഇത്രയൊക്കെയാണ് വിശേഷങ്ങളുള്ളത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മുടെ ഈ ഫോണിലെടുത്ത വീഡിയോയും ഫോട്ടോസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.